ശ്രീലങ്കയിൽ സൈക്ലോൺ ഡിറ്റ വലിയ നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പ്രളയവും മണ്ണിടിച്ചിലുകളും ഉണ്ടായതോടെ നിരവധി പേർ മരിച്ചു. ഒട്ടനവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. വീടുകൾ തകർന്നു, റോഡുകൾ മുങ്ങി, നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങി. ഈ ഗുരുതര സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം സഹായത്തിനെത്തിയത് ഇന്ത്യയാണ്. ഇന്ത്യ ഓപ്പറേഷൻ സഗർ ബന്ധു എന്ന പേരിൽ വിമാനങ്ങളും കപ്പലുകളും ഉപയോഗിച്ച് വൻ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ C-130J, IL-76 വിമാനങ്ങൾ ഭക്ഷണം, മരുന്ന്, വെള്ളം, വസ്ത്രങ്ങൾ, ടെന്റുകൾ എന്നിവയുമായി ശ്രീലങ്കയിലെത്തി. ഇന്ത്യൻ നാവികസേനയുടെ INS വിക്രാന്ത്, INS ശിവാലിക്, INS ഉദയഗിരി എന്നീ കപ്പലുകളും ബോട്ടുകളും ഡോക്ടർമാരെയും ഡൈവിംഗ് ടീമുകളെയും കൊണ്ടുവന്നു. NDRF രക്ഷാസംഘങ്ങൾ വെള്ളത്തിൽ കുടുങ്ങിയ കുട്ടികളെയും മുതിർന്നവരെയും ബോട്ടിൽ കയറ്റി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി. വീടുകളുടെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ ആളുകളെ പുറത്തെടുക്കുകയും ചെയ്തു. ഒരു ശ്രീലങ്കൻ യുവതി രക്ഷാപ്രവർത്തന സ്ഥലത്ത് നിന്ന് പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ശ്രീലങ്കൻ സർക്കാരും പൊതുജനങ്ങളും ഇന്ത്യയുടെ സഹായം പ്രശംസിച്ചു. ദുരന്തം കാരണം വീടുകൾ നഷ്ടപ്പെട്ടവർക്കായി ശ്രീലങ്കയിൽ താൽക്കാലിക ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ്. അവിടെയും ഇന്ത്യൻ സേനാംഗങ്ങൾ ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവ വിതരണം ചെയ്യുന്നു. പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ രാജ്യങ്ങൾ അതിർത്തികൾ മറികടന്ന് കൈകോർത്തത് തെളിയിച്ച ഉദാഹരണമാണ് ഇന്ത്യൻ സഹായമെന്ന് ശ്രീലങ്ക അഭിപ്രായപ്പെടുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.